ഹായ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചിപ്പിക്കൂൺ കേട്ടോ. കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചിപ്പിക്കൂണാണ്. അപ്പോൾ ഈ കൂണ് നമ്മൾ വറുത്തരച്ച് കറി വെക്കാറുണ്ട്, തോരൻ വയ്ക്കാറുണ്ട്, ഫ്രൈ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ പല രീതിയിൽ ഇത് നമുക്ക് പാചകം ചെയ്തെടുക്കാം, പല രീതിയിൽ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇവൻ നമുക്ക് തോരൻ വെക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇതിന് തോരൻ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ തോരൻ വെച്ചാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു പ്രചോദനം. അപ്പം ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് കിടുക്കനൊരു ചിപ്പിക്കൂൺ തോരൻ കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒറ്റ കറിയും വേണ്ട, കൂണ് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നാക്കി എടുക്കാൻ കത്തിയൊന്നും ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നാക്കി എടുക്കാവുന്നുള്ളൂ. ഇതുപോലെ ചെറിയ പീസായിട്ട് ഇതായ രീതിയിൽ ഇതേപോലെ വലിച്ച് കയറിയെടുത്താൽ നമ്മളിതെല്ലാം ചെറുതാക്കി ഒന്ന് കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരാം. അപ്പോൾ കൂണൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. കൂണൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ചെറിയ കഷ്ണം സവോള അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉള്ളി നമുക്ക് ആവശ്യമില്ല. കൂടെ നമുക്കൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റണം. നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. ഈ മുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് തേങ്ങ കേട്ടോ. എല്ലാം നമ്മൾ അളവ് വളരെ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ, ഒരുപാടായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവി കേട്ടോ. അപ്പോൾ അതും കൂടെ കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ കൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കൂണ് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വേവില്ലാത്ത സാധനമാണ് കൂണ്. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്കാകാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആണ്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കൂണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 2 മിനിറ്റ് ഇത് തുറന്നിരിക്കട്ടെ കേട്ടോ, ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടി. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്.
നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ചിപ്പിക്കൂണൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേ രീതിയിൽ ഒന്ന് തോരൻ വെച്ച് വെക്കും കേട്ടോ. ഇതേപോലുള്ള വീഡിയോയുമായിട്ട് നല്ലൊരു മനോഹരമായ ഒരു റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.